പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 14 ആമേൻ ഹല്ലേലൂയ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയില്ലേ? കരം ഉയർത്തിപ്പിടിച്ച് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന പിതാവിന് ഹല്ലേലൂയ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ ഞങ്ങളെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകലതും ആമേൻ ചെയ്തു തരുന്ന കർത്താവാകിയാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളല്ലോ അങ്ങയെ സ്നേഹിച്ചത്, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതാകിയാൽ സ്തോത്രം. ആമേൻ. അങ്ങ് ആദ്യം തന്നെ ഞങ്ങളെ സ്നേഹിച്ചതാകിയാൽ സ്തോത്രം. ഞങ്ങളല്ല അങ്ങയെ സ്നേഹിച്ചത്, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. യേശുവ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള ആ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും ഓർക്കാതെ ഹല്ലേലൂയ ഞങ്ങളെ സ്നേഹിച്ച യേശുവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കായി രക്തം ചൊരിഞ്ഞതിനായിട്ട് സ്തോത്രം. കാൽവരി ക്രൂശിൽ അതിക്രൂരമായ ആമേൻ കഷ്ടത, അതിക്രൂരമായ മരണം ഞങ്ങൾക്ക് വേണ്ടി ഏറ്റതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഈ പ്രഭാതത്തിൽ. യേശുവ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവ, അങ്ങ് ഞങ്ങളുടെ കർത്താവാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. 43-ാം സങ്കീർത്തനം പറയുന്നു, അതിൻ്റെ 4-5 വാക്യങ്ങൾ. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. അപ്പാ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ. അങ്ങയുടെ കരം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കണമേ. ഏലിയാവ് ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടുമ്പോൾ ഏലിയാവിൻ്റെ മേൽ അങ്ങയുടെ കൈ വന്നു എന്ന് ഞങ്ങൾ തിരുവെഴുത്തി വായിക്കുന്നത് പോലെ ഇന്ന് ആഗ്രഹിച്ചിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന കർത്താവെ ഓരോ ദൈവമക്കളുടെ മേലും കർത്താവിൻ്റെ കൈ വെച്ച് അവരെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിൻ്റെ വല്ലഭൻ്റെ ആമേൻ ഭുജം അവരുടെ മേൽ ഇരിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അങ്ങയുടെ കരത്താൽ ശക്തി പ്രാപിക്കട്ടെ, അങ്ങയുടെ കരത്താൽ ബലം പ്രാപിക്കട്ടെ, അങ്ങയുടെ കരത്താൽ ആമേൻ അവരുടെ വേഗത വർദ്ധിക്കട്ടെ, അങ്ങയുടെ കരത്താൽ അവർ പുതു കൃപകൾ പ്രാപിക്കട്ടെ. അങ്ങയുടെ കൈ, അങ്ങയുടെ അഭിഷേകം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇരിക്കുന്നതിന് സ്തോത്രം. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യെസ്, അവൻ കുടലിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവൻ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഇടത്തെ തോളിന് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഹല്ലേലൂയ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ റേഡിയേറ്റിംഗ് പെയിനുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. ബോർഡ് എക്സാംസിന് വേണ്ടി പ്രത്യേകിച്ച് നാളെ 10th എക്സാംസ് തുടങ്ങുന്നതിലോ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഫേവർ അവരുടെ മേലുണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ. കർത്താവ് ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ഇന്ന് വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ വലിയ പകർച്ച ഉണ്ടാകണമേ. മഴ പോലെ ദൈവസാന്നിധ്യം പെയ്തിറങ്ങുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:15 ആകുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും. മറക്കരുത് ഒരാൾ പോലും. എല്ലാവരും നിങ്ങൾ പങ്കെടുക്കണം. റിസ്ക്
ചില ബുദ്ധിമുട്ടുണ്ടേ പോലും നിങ്ങൾ പങ്കെടുക്കാതിരിക്കരുത്. പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. സങ്കീർത്തനങ്ങൾ 57 2 വാക്യം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അപ്പം നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ആരെയാണ്? അത്യുന്നതനായ ദൈവമാണ്. ആ അത്യുന്നതൻ, അതിൻ്റെ മുകളിൽ ആരുമില്ല. ഉന്നതൻ അതിൻ്റെ മുകളിലുള്ളതാണ് അത്യുന്നതൻ. അപ്പോൾ അത്യുന്നതനായ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം വലിയവനായ ദൈവമാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. അതിലുപരി നമ്മൾ ആരാധിക്കുന്ന ദൈവം ഏകനായി മഹാ അത്ഭുതത്തെ ചെയ്തു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് കർത്താവിന് ഇഷ്ടമാണ്. ഇന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതു മക്കൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തു തരുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അപ്പം എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ഈ അത്ഭുതങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്ന ശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ശക്തനായ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ അത്ഭുതങ്ങളെല്ലാം എനിക്ക് വേണ്ടി നിർവഹിക്കുന്ന ശക്തനായ ദൈവം. എല്ലാവരും പറഞ്ഞ്, ഈ അത്ഭുതങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്ന ശക്തനായ ദൈവം. ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലിരിക്കുകയാണെങ്കിലും, ഏത് ആവശ്യത്തിൻ്റെ മുമ്പിലിരിക്കുകയാണെങ്കിലും അതൊക്കെ നമുക്ക് വേണ്ടി നിർവഹിച്ചു തരുവാൻ കഴിയുന്ന ദൈവം, അതൊക്കെ നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു തരുവാൻ കഴിയുന്ന ദൈവം. അവൻ ആകാശത്ത് നിന്ന് മന്ന ഒഴിച്ചു കൊടുക്കാനും കാടപ്പക്ഷിയെ കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ഏത് ആവശ്യത്തിലും അത്ഭുതം ചെയ്യാൻ മതിയായ ദൈവമാണ്. കരമുയർത്തി പറ, എൻ്റെ കർത്താവ് അത്ഭുതത്തെ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ ഞാനും നിങ്ങളും ഹല്ലേലൂയ എന്ത് ചെയ്യണം? ആ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു ഉറപ്പ് വേണം. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മറുപടി വരും. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് വേണ്ടി ആമേൻ കർത്താവിൻ്റെ പദ്ധതികളെ കർത്താവ് നിറവേറ്റും. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കണം. ആമേൻ ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. എത്ര മോശം സാഹചര്യമാണെങ്കിലും കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എത്ര വലിയ വിഷയത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും വിശ്വസിക്കുകയും കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. അതിന്മേൽ ദൈവിക അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ കേട്ടോ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഇന്നത്തെ വാക്യം. നിങ്ങൾ എത്ര വലിയ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവിക ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുക. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.